ഒരു രൂപയുടെ മിഠായി കൊണ്ട് 750 കോടി രൂപയുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു വ്യക്തിയുടെ സ്റ്റോറിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതെല്ലാം നിങ്ങളും കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് നമ്മൾക്കൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയുക ഈ ഒരു രൂപയുടെ മിഠായി വെച്ചിട്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾക്കതിന് കഴിയുമോ? കഴിയും. അതെങ്ങനെ കഴിയും എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ദിസ് ഇസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾക്കും മറ്റൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാവുക എന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെയുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ വിജയിച്ചവരുടെ വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറയുക, നമ്മൾ മോട്ടീവ് ആവണം, സെൽഫ് മോട്ടീവ് ആവണം എന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ വായിച്ചിട്ടുള്ളത്, നമ്മൾ അറിഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ പരാജയപ്പെട്ടവരുടെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്തിട്ട് പരാജയപ്പെട്ട് നിൽക്കുന്നവരുടെ എക്സ്പീരിയൻസ് നമ്മൾ അറിയണം, വിജയിച്ചവരുടെ എക്സ്പീരിയൻസ് നമ്മൾ അറിയണം. എന്തുകൊണ്ട് അവർ പരാജയപ്പെട്ടു? അതിപ്പോ നമ്മളാണെങ്കിലും, നമ്മൾ ഒരു ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടു, രണ്ടാമത്തെ ബിസിനസ് ചെയ്ത് അതും പരാജയപ്പെട്ടു, മൂന്നും ചെയ്ത് പരാജയപ്പെട്ടു. പക്ഷെ ഒരിക്കലും നമ്മളത് ഉപേക്ഷിക്കരുത്. നിങ്ങളൊരു ബിസിനസ്മാൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ പരാജയപ്പെടും. പക്ഷെ ഒരിക്കലും നിങ്ങളത് തളർന്ന് ഒരു ഭാഗത്ത് അതിനെ ഇരുത്തരുത്, അല്ലെങ്കിൽ ഇരിക്കാൻ ശ്രമിക്കുക, ഒരു ഭാഗത്ത് ഇരിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ പരാജയം, ഓരോ ബിസിനസ് പരാജയപ്പെട്ടിരിക്കുമ്പോഴും അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, നമ്മൾ കരുതേണ്ടത് അത് വലിയ വിജയത്തിലേക്കുള്ള, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചെയ്യാൻ പോകുന്ന ബിസിനസ് അത് ഈ ഒരു എത്രത്തോളം നമ്മൾ പരാജയപ്പെട്ടു, എത്ര വലിയ പരാജയമാണോ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത്, അതിനേക്കാൾ വലിയ വിജയം നമ്മൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ്, അല്ലെങ്കിൽ എന്നുള്ളതിന്റെ ഒരു സിഗ്നലാണ് നമ്മുടെ പരാജയം എന്നുള്ളത് നമ്മൾ കാണണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പല രീതിയിലും ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്ത് നമ്മൾ അതിൽ പരാജയപ്പെട്ടവരായിരിക്കാം, പരാജയപ്പെട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ. പക്ഷെ നമ്മൾ ഒരിക്കലും അതിൽ തളർന്നു നിൽക്കരുത്. ആ പരാജയം എന്നുള്ളത് നമ്മുടെ വിജയത്തിന്റെ മുന്നോടിയാണ്. നമ്മളെല്ലാവരും അത് പഠിച്ചിട്ടുണ്ടാവും, നമ്മളെല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാവും, പലവരും പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എങ്ങനെ ഈ ഒരു രൂപയുടെ മിഠായി വെച്ചുകൊണ്ട് വലിയൊരു സാമ്രാജ്യം അല്ലെങ്കിൽ വലിയൊരു സംരംഭകനാകാൻ നമ്മൾക്ക് എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ, എന്തൊക്കെ അതിന് വേണം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾക്ക് ഇതിന് ആവശ്യമായിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ മിഠായി എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾക്ക് ഏത് കടയിൽ പോയി കഴിഞ്ഞാലും, നമ്മൾക്ക് ചെറിയ നമ്മുടെ നാട്ടിലുള്ള ചെറിയ പലചരക്ക് കട മുതൽ നമ്മളെ നാട്ടിലുള്ള ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റുകൾ, ഹോൾസെയിൽ കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ചെറിയ സൂപ്പർ മാർക്കറ്റ്, വലിയ സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ ഷോപ്പ്, അതേപോലെ തന്നെ ഏത് കട എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾക്ക് അവിടെ മിഠായിയുടെ ബോട്ടിൽ ഭരണി കാണാൻ കഴിയും. മനസ്സിലായില്ലേ? അത് നമുക്ക് സെൻട്രൽ ഫ്രഷിന്റെ രൂപത്തിൽ കാണാൻ കഴിയും, അത് ഏലാദിന്റെ രൂപത്തിൽ കാണാൻ കഴിയും, അതുപോലെ നമ്മൾ പുലി മിഠായിയുടെ രൂപത്തിൽ കാണാൻ കഴിയും. പല രീതിയിലുള്ള ക്യാൻഡീസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരു ക്യാൻഡി അതിൽ ആ ഭരണിയിൽ അല്ലെങ്കിൽ ആ കടയിൽ ഇരിക്കുന്ന ഒരുപാട് നിരത്തി വെച്ചിട്ടുള്ള ഭരണിയിൽ ഒരു ഭരണിയിലെ മിഠായി നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിലോ, അപ്പൊ അതെങ്ങനെ കഴിയും, അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഡിസിഷൻ എടുക്കണം, ഏത് തരം മിഠായിയാണ് നമ്മൾക്ക് ഇറക്കാൻ പോകുന്നത് എന്നുള്ളത്. അത് നമുക്കറിയാം, പല രീതിയിലുള്ള മിഠായിസ് ഉണ്ട്. നമുക്ക് ജെല്ലി ടൈപ്പുകളുണ്ട്, ഹാർഡ് ക്യാൻഡീസ് ഉണ്ട്, സോഫ്റ്റ് ക്യാൻഡീസ് ഉണ്ട്, അതുപോലെ തന്നെ കൂൾ ക്യാൻഡീസ് ഉണ്ട്, ഫ്രൂട്ട് ക്യാൻഡീസ് ഉണ്ട്, മിൽക്ക് ക്യാൻഡീസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് തരം മിഠായികളുണ്ട്. നമുക്കറിയാം ഒരുപാട് തരം, 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരുപാട് തരം മിഠായികളുണ്ട്. അപ്പോൾ ഇതിലത്തെ ഏത് മിഠായിയാണ് നമ്മൾക്ക് വേണ്ടത്, ഇതിലേതാണ് നമ്മൾക്ക് ഇറക്കാൻ സുഖം, ബെസ്റ്റ് എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പറഞ്ഞ ഒരു ലിസ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹാർഡ് ക്യാൻഡീസ് നിർമ്മിക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊക്കെ അങ്ങനെ കടിച്ചാൽ നുറുങ്ങി പോകുന്ന പൊട്ടി നിൽക്കുന്ന കുറെ നേരം നമ്മൾ വായിലിട്ട് നമുക്ക് പിന്നെ നാരങ്ങ മിഠായിയൊക്കെ പോലെയുള്ള ഹാർഡ് ക്യാൻഡീസ്, അത് പാക്കറ്റായിട്ട് പൊതിഞ്ഞിട്ടും പല രീതിയിലുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഹാർഡ് ക്യാൻഡീസ് ആണ് നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് നിർമ്മിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്?
ആദ്യം അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിന്റെ മെഷീനറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇപ്പൊ അതിന് മെയിനായിട്ട് വേണ്ട മെഷീനറീസ് എന്ന് പറഞ്ഞാൽ ഈ കാൻഡി കുക്കർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ, കാൻഡി കുക്കർ എന്ന് പറഞ്ഞിട്ട് ഇത് കുക്ക് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് അതുപോലെ കാൻഡി പുള്ളിങ് ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതേപോലെ തന്നെ കട്ടിങ് മെഷീൻ ഉണ്ട്. അതേപോലെ തന്നെ വെയ് മെഷീൻ ഉണ്ട്, ഇത് തൂക്കുന്ന സ്കെയിൽ ഉണ്ട്, ഡിജിറ്റൽ സ്കെയിൽ ഉണ്ട്, സീലിംഗ് മെഷീൻ വേണം നമുക്ക്. അതേപോലെ തന്നെ അപ്പോൾ ഇതുപോലുള്ള കുറച്ച് സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. സത്യത്തിൽ ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പഞ്ചസാര വേണം, ഗ്ലൂക്കോസ് സിറപ്പ് വേണം, അതേപോലെ തന്നെ സിട്രിക് ആസിഡ് വേണം, അതേപോലെ തന്നെ ഫുഡ് കളർ വേണം, ഫുഡ് ഫ്ലേവർ വേണം, പിന്നെ വെള്ളം, അതുപോലെ തന്നെ എഡിബിൾ ഓയിൽ. എല്ലാം എഡിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ റോ മെറ്റീരിയൽസ് വരുന്നത്. മെയിൻ ആയിട്ട് ഇതിന് വരുന്ന സംഭവം ഇതൊക്കെ തന്നെയാണ്. ഈ പഞ്ചസാരയും അതേപോലെ തന്നെ ഗ്ലൂക്കോസ് സിറപ്പും ഈ സിട്രിക് ആസിഡ് സാധനങ്ങളൊക്കെയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു യൂണിറ്റ് ആണ് ഈ മിഠായിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ രീതിയിലുള്ള മെഷീനറീസും അതേപോലെ തന്നെ ഇതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ ഈ റോ മെറ്റീരിയൽസ് ഒക്കെ മേടിക്കുമ്പോൾ നമ്മൾ ബൾക്ക് മേടിക്കണം. കാരണം നമ്മൾക്ക് അതാണ് ശരിക്കും ലാഭം. നമ്മൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ബൾക്ക് മേടിക്കുന്നതാണ് എപ്പോഴും ലാഭം. അപ്പോൾ നമ്മൾക്ക് അതിൽ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ മാനുഫാക്ചർ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾക്ക് നല്ല രീതിയിൽ അത് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ബൾക്ക് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇത് നമ്മൾക്ക് എവിടെയാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ കടയിലും മിഠായി നമുക്ക് കൊടുക്കാം അല്ലെ. നമുക്ക് ചെറിയ പെട്ടിക്കട മുതൽ ചെറിയ പെട്ടിക്കട മുതൽ അതേപോലെ തന്നെ എന്താ പറയാ പലചരക്ക് കട, ചെറിയ രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റ്, വലിയ സൂപ്പർ മാർക്കറ്റ്, മെഡിക്കൽ ഷോപ്പ്, പച്ചക്കറി കടയിൽ കാണാം, ഫ്രൂട്ട് ഷോപ്പിൽ കാണാം, എല്ലാ കടയിലും ജ്യൂസ് ഷോപ്പിൽ കാണാം. നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ഏത് കട എടുത്ത് നോക്കിക്കോ അവിടെയൊക്കെ നമുക്കിത് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 രൂപ ബാലൻസ് ചേഞ്ച് കൊടുക്കുന്നിടത്തൊക്കെ ഈ സാധനം എടുത്തു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഒരു സാധനം ഇറക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു പ്രാവശ്യം ഇത് വാങ്ങാനായിട്ട് ആളുകൾ കടയിലേക്ക് വരില്ലെങ്കിലും ഒരു പക്ഷെ എന്താ പറയാ മറ്റു സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കൂട്ടത്തിൽ ഇത് കണ്ടു മേടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു മിഠായി ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഇത് നല്ല മിഠായി ആണ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് എടുത്ത് കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നല്ല ഫ്ലേവറിലുള്ള മിഠായി ഇറക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ല ലാഭമുള്ള പരിപാടിയാണ്. ഇനി അതിന്റെ ലാഭം എങ്ങനെയാണ്, അതിന്റെ പ്രോഫിറ്റ് രീതി എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ലാഭം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മിഠായി നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്, നമ്മളെ ഒരു മൊത്തം ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 40 പൈസ മുതൽ 50 പൈസ വരെ, മാക്സിമം പോയി കഴിഞ്ഞാൽ 55 പൈസ വരെ. ഓക്കെ, നമ്മളിത് ഹോൾസെയിലിൽ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 70 പൈസ മുതൽ നമുക്ക് 80 പൈസ വരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾസെയിൽ ടീംസിന് കൊടുക്കാൻ കഴിയും. നമുക്ക് ഇതിന്റെ MRP വരെ 1 രൂപയാണ്. മനസ്സിലായ? നമ്മളിതിപ്പോ റീറ്റെയിലിൽ നമ്മൾക്ക് വിൽക്കാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോൾസെയിൽ കൊടുക്കുന്നതിനേക്കാളും ലാഭം നമുക്ക് കിട്ടും. കാരണം ഹോൾസെയിലേക്ക് നമ്മൾക്ക് 70 പൈസക്ക് 80 പൈസ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ലാഭം തന്നെ. അതേപോലെ തന്നെ ഇനിയിപ്പോ നമ്മൾ ഡയറക്റ്റ് റീറ്റെയിൽ പ്രൈസിൽ നമ്മൾ ഇതുപോലെ കടകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ലാഭമാണ്. ശരിക്കും ശരാശരി ഇതിന്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരു ഡെയിലി നമ്മളൊരു 10,000 മിഠായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഒരു ബോട്ടിൽ മിഠായി എന്ന് പറയുന്നത് 100 പീസാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 100 പീസോ അതിന്റെ കൂടുതലുണ്ടോ എനിക്കറിയില്ല. ഇനിയിപ്പോ എത്രയാണെങ്കിലും നമുക്കൊരു 10,000 പീസ് മിഠായി, ഒരു 10,000 പീസ് മിഠായി ഒരു ദിവസം നമ്മൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കൊരു 2,500 രൂപ വരെ, ഒരു 1,500 രൂപ മുതൽ 2,500 രൂപ വരെ നമുക്ക് പ്രോഫിറ്റ് ആണ് ഒരു ദിവസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2,000-2,500 രൂപ എന്തായാലും പ്രോഫിറ്റ് ആണ്. മിഠായി ഇപ്പൊ ഒരു മിഠായിയുടെ ഡബ്ബ നമ്മൾ ഒരു കടയിൽ വേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് ഒരിക്കലും പറയില്ല, അത് വെക്കണ്ടെന്ന് ഒരിക്കലും പറയില്ല. എല്ലാ കടക്കാരും എടുക്കും, എല്ലാവരും വാങ്ങി വെക്കും. ഇത് ക്രെഡിറ്റ് പോവില്ല. കാരണം മിഠായിയുടെ ഡബ്ബ എന്ന് പറയുമ്പോൾ 1-2 ഡബ്ബ മേടിച്ചു വെക്കുമ്പോൾ അതിനൊരിക്കലും ക്രെഡിറ്റ് ആയിട്ട് പോകില്ല. ആ പൈസ നമുക്ക് സ്പോട്ടിൽ കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഫണ്ട് നല്ല രീതിയിൽ ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ നല്ല പ്രോഫിറ്റ് നമ്മൾക്ക് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഇത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾക്ക് ഈ ഒരു 10,000 പീസ് ഡെയിലി നമ്മൾക്ക് വിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ 10,000 പീസായിട്ടല്ലോ നമ്മൾക്ക് വിൽക്കുക. നമ്മളിപ്പോ 100, 150, 200 പീസുള്ള ഡബ്ബകളാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ നമ്മളൊരു 100 ഡബ്ബയോ 50 ഡബ്ബയൊക്കെ നമുക്ക് വിൽക്കാൻ ശ്രമിച്ചാൽ 10,000 പീസ് കണക്ക് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രോഫിറ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്.
ആ ഒരു 10,000 പീസ് മിഠായി നമ്മൾ ഒരു ദിവസം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു 2,500 രൂപ വരെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം. ഇത് നമ്മൾക്ക് 2,500 അല്ല കേട്ടോ, നമുക്ക് 5,000 രൂപ 10,000 രൂപയ്ക്ക് ദിവസം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2,500 രൂപ നമുക്ക് മിനിമം ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം 100% വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മാത്രമല്ല ഒരു ലോസും ഉണ്ടാവില്ല, ഒരു ടെൻഷൻ അടിക്കേണ്ട, ഒരു നഷ്ടം ഉണ്ടാവില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ബിസിനസ്സുമാണ്. അപ്പൊ ചെറിയ രീതിയിൽ ചെറിയ മുതൽ മുടക്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ബിസിനസ് പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പരിഗണിക്കാവുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് ക്യാൻഡി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കും നോക്കാം, ഇതുപോലെ ഒരു സാമ്രാജ്യം നിങ്ങൾക്കും പണിയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട്. ടേക്ക് കെയർ, ബൈ.